റെഫറൻസ്, ഇവനാണ് റെഫറൻസ്. എന്നിട്ട് ഇവനെ വെച്ചിട്ടാണ് ഷിൻസിനെ അവരുണ്ടാക്കുന്നത്. കാരണം എന്തായാലും ഇവൻ നമ്മുടെ അടുത്തുനിന്ന് പോകത്തില്ല, ഇവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു. എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ ഏജുമായിട്ട് ഈ ക്യാരക്ടറിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് 24 വയസ്സുള്ള ഒരു പയ്യനാണ് ഈ ഷിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പം എന്നോട് ചോദിച്ചു, അപ്പോൾ അവർ കണ്ടപ്പോൾ ഇവർക്ക് എൻ്റെ താടിയും ഇതൊക്കെ വെച്ച് കിട്ടിയിട്ട് ഇവർക്കത് ഓക്കെ അല്ലായിരുന്നു ആക്ച്വലി. ബിൻഡോ ഷാരിസ് എന്നോട് അത് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇനി ഷൂട്ട് തുടങ്ങാൻ 1 മാസമേ ഉള്ളൂ, നീ ജസ്റ്റ് വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് ഒരു 24 വയസ്സുകാരനാകുന്നൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സാധനം ചോദിച്ചു. അപ്പം സിനിമയുടെ കഥാപാത്രത്തിനല്ല, എനിക്ക് എൻ്റെ ഒരു ഏജ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്നിട്ട് അന്ന് തൊട്ട് ഭക്ഷണക്രമങ്ങളെല്ലാം മാറ്റി ഡയറ്റിങ്ങും പരിപാടിയെല്ലാം പിടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് വിൻഡോയ്ക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ 10 വയസ്സ് കൂടി. പിന്നെ ചേട്ടനാക്കാൻ ആലോചിച്ചു. 65 കിലോ ആകണമെന്ന് ബിൻഡോനോട് പറഞ്ഞു. ഞാൻ കറക്റ്റ് 65, ഞാൻ 73 കിലോ ഉണ്ടായിരുന്നു. 65 കിലോ ആക്കിയിട്ട് ബിൻഡോയ്ക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു കാണാന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാണാം. അല്ല, എനിക്ക് ഇവനെ കുറച്ച് മുടി ഇങ്ങനെ വളർത്തണം, മെലിഞ്ഞിരിക്കണം, താടി പാടില്ല. ഞാൻ അങ്ങനെ പുള്ളി എടുത്ത് വന്ന് പുള്ളി ഇത് കഴിഞ്ഞിട്ട് പുള്ളി കണ്ടിട്ട് പറഞ്ഞു ഫിസിക്കലി ഓക്കെയാണ്, ഇനി അഭിനയം എനിക്ക് അറിയാം. അപ്പൊ അതിന്റെ ഒരു പരസ്യം ചെയ്തുകൂടെ ഇപ്പൊ? അതെടുത്ത് വെച്ചിട്ട് BTS ഒക്കെ ഇടണ്ടേ? ഇത് ചെയ്തായിരുന്നു. എന്താണ് ചെയ്തതെന്നൊക്കെ ഉള്ള അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. അല്ല, വേറെ സ്ലോട്ട് വേറെ കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് വരാനുള്ള ഒരു ചിഞ്ചു റാണി എന്ന് പറയുമ്പോൾ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നിടത്തും പറയണം കൊച്ചു കൊള്ളാം, ആ ഒരു മൂഡായിരുന്നു സത്യം.